അതെ, ഒന്ന് രണ്ട് ഇൻസിഡൻസ് പറയാട്ടോ. ഇന്നലെ 29-ാം തീയതി തൃശൂർ റൗണ്ടിൽ നരേന്ദ്രമോദി വന്നു. അത് പ്രമാണിച്ചതിന്റെ തലേ ദിവസമായ 28-ാം തീയതി പോലീസ് ഒരു ട്രയൽ നടത്തി. റൗണ്ട് ഫുൾ ബ്ലോക്ക് ചെയ്തിട്ട് അകത്തേക്ക് വണ്ടികളൊക്കെ കടത്തിവിടാനുള്ള എന്തോ ഒരു സംഭവം. അത് ഞാനും എന്റെ കൊളീഗ്സ് മറിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ ആസ് യൂഷ്വൽ 5 ഓഫീസിലേക്ക് ഇറങ്ങിയപ്പോൾ ഫുൾ ബ്ലോക്ക്. എന്താ സംഭവം എന്നറിയില്ല, ബസ്സുകളൊന്നും നിർത്തുന്നുമില്ല. ഞങ്ങൾക്കാണെങ്കിൽ ശക്തനിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഓട്ടോ നോക്കിയപ്പോൾ ഓട്ടോക്കാരൊന്നും ശക്തനിലേക്ക് പോവില്ല മോളേന്ന്. എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് അവസാനം ഒരു ബസ് എടുത്തിട്ടുണ്ട്. അതിൽ വലിഞ്ഞു കയറി. ഫുൾ ബ്ലോക്കാണ്. ബസ്സുകളാണെങ്കിൽ തിക്കി നിരക്കി കണ്ട് ഊടുവഴിയിൽ കൂടെ ഒക്കെയാണ് പോകുന്നത്. ശക്തനിലേക്കാണ് പോണത് കേട്ടോ. ബസ്സിന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല കരിഞ്ഞ മണം വരുന്നുണ്ട്. അതായത് പ്ലാസ്റ്റിക് ഒക്കെ കത്തുന്ന പോലെ ഭയങ്കര അൺകംഫർട്ടബിൾ ആകുന്ന ഒരു സ്മെല്ലാണ്. ഞങ്ങളിങ്ങനെ മുക്കൊക്കെ പറ്റിയിരുന്നു ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല പുക, ഫുൾ പുക. അപ്പം ഞാൻ വിൻഡോ സീറ്റിലാണ്. ഞാൻ പുറത്തേക്ക് ഇങ്ങനെ എത്തിച്ചു. എന്താ പുക? ഫ്രണ്ടിലത്തെ വണ്ടിന്ന് എത്തുള്ളൂ. പിന്നെ അറിയണേ നമ്മുടെ ബസ്സിന്റെ എഞ്ചിന്റെ അടിയിൽ നിന്നാണ് ഈ പുക വരണേ. ഇത് എന്തിനാ വരണതെന്നൊന്നും അറിയില്ല. പുക കണ്ടു. പുകയാണെങ്കിൽ നല്ല കട്ടിക്കുള്ള പുക. ആൾക്കാരൊക്കെ പേടിച്ചു. എല്ലാവരും പാനിക്കായി. എല്ലാവരും ബസ്സിൽ ചാടി ഇറങ്ങി ഓടി. ഞാനും ഇറങ്ങി ഓടി. ഇത് പൊട്ടിത്തെറിക്കോ എന്താ സംഭവം എന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ വേറെ മാർഗമൊന്നുമില്ല. ഇനി നമുക്ക് വേറെ ബസ്സും കാര്യങ്ങളൊന്നും കിട്ടാനില്ല. അപ്പം ഞങ്ങൾ ശക്തനിലേക്ക് നടക്കും. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ശക്തനിൽ ഞാൻ അടുത്ത ബസ്സിൽ കയറി. എനിക്കാണെങ്കിൽ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഹെഡ്സെറ്റ്, അതായത് എയർപോർട്ട്സിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ ഏത് പാട്ടാണോ കേൾക്കുന്നത് അതിൻ്റെ മോഡിൽ ഇങ്ങനെ ഇരിക്കും. ആ സ്വപ്ന ലോകത്തായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് എത്താറായിട്ടാണ് അറിയുന്നത് ഒന്നും അടുത്തത് എൻ്റെ സ്റ്റോപ്പാണ്. ഈ ബസ്സിൽ നല്ല തിരക്കുണ്ട്. ഞാൻ ചാടി അടിച്ച് ഇറങ്ങാനായിട്ട് ഇട്ടിറങ്ങുന്ന ഒരു സാധനമായി. ഡോറിൻ്റെ അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ഈ ചെവിയിലുള്ള ഇയർബഡ് തെറിച്ച് ഡോറിൽ അവിടെ ഇവിടേക്ക് തട്ടി നേരെ റോട്ടിലെത്തി. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയാണ്ട് ഞാൻ കണ്ണും തന്നെ അവിടെ നിന്നു. തൊട്ടപ്പുറയാണ് ഞാൻ ഇറങ്ങണ്ടേ. ഞാൻ ഇറങ്ങിയിട്ട് ആ പരിസരം മുഴുവനും പരിശോധിച്ചു. ഇത് കാണാനില്ല. എനിക്കാണെങ്കിൽ ഇനിയിപ്പോൾ ബസ്സിൻ്റെ അടിയിൽ പോയി ടയറിൻ്റെ അടിയിൽ കുടുങ്ങിപ്പോയി ആ പരിസരത്ത് എവിടെയെങ്കിലും കിടന്നിട്ട് ഞാൻ കാണാണ്ടാവണമെന്ന് എനിക്കറിയില്ല. ഞാനാണെങ്കിൽ 2 വർഷത്തോളമായി കുഞ്ഞു പോലെ കൊണ്ട് നടന്നിരുന്ന എൻ്റെ ഹെഡ്സെറ്റാണ്. അത് പോയത് എനിക്ക് ഭയങ്കര വിഷമമായി. ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ സ്വിച്ച് വെച്ചിട്ട് അങ്ങനെ ഒന്നാമതേ ഈ വർഷം ശരിയായി. ജനുവരി ഫെബ്രുവരി മെയ് കുഴപ്പമില്ലാണ്ട് പോയി. മെയിനായിട്ട് മാർച്ച് ഈ മാസം ഇത്രയും കഷ്ടകാലം ഉണ്ടായുള്ളൊരു മാസമില്ല. മേ ബി ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് ആയിരിക്കും. ഇനി വരാനിരിക്കണത് എന്താണെന്നും അറിയില്ല.